ഇത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ 11th ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വേവ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ലെസണിൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഇൻ എ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് the distance between the slits is 0.1 centimeter and the screen is placed at 50 centimeter from the slit plane. When one slit is covered with a transparent sheet having thickness T and refractive index N equal to 1.5, the central fringe shift by 0.2 centimeter. The value of T is dash centimeter എന്നാണ്. അപ്പോൾ ഇവന്റെ തിക്നെസ് T ആണ് കാണേണ്ടത്. അതിന് നമ്മളോട് എന്തൊക്കെ പറഞ്ഞു നോക്ക്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ലിറ്റ്സ്, അതായത് ഈ 0.1 സെന്റിമീറ്റർ സ്മോൾ ഡി അല്ലേ, റൈറ്റ്. ദ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് അറ്റ് 50 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ക്യാപിറ്റൽ ഡി അല്ലേ. ഇനി നമ്മളോട് പറയാണ് ഒരു വേവ് പോകുന്ന പാത്തിൽ നമ്മൾ ട്രാൻസ്പാരന്റ് എന്ത് വെച്ചു, തിൻ ഫിലിം വെച്ചു അല്ലെ. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഒരു അഡീഷണൽ പാത്ത് ഡിഫറൻസ് ഉണ്ടാവില്ലടാ അല്ലെ. ആ അഡീഷണൽ പാത്ത് ഡിഫറൻസ് കൊണ്ട് സെൻട്രൽ ഫ്രിഞ്ച് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ആ ഷിഫ്റ്റ് ഒരു ഡെൽറ്റ എക്സ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ആ ഡെൽറ്റ എക്സും കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ടാവുന്ന അഡീഷണൽ പാത്ത് ഡിഫറൻസ് എത്രയാടാ മക്കളെ, n-1 ഇൻറ്റു ടി ആയിരിക്കും. അതെന്ത് വരും, ഡെൽറ്റ എക്സ് ആണ് ഷിഫ്റ്റ് എങ്കിൽ ഇൻറ്റു ഡി ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ഡി വരും. ഇങ്ങനെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൽ ആ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഷിഫ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സ്മോൾ ഡി തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ഡി തന്നിട്ടുണ്ട്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. നിങ്ങളോട് ആ തിക്നെസ് ടി കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ തിക്നെസ് ടി ഇസിക്കൽ ടു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ n-1 ഇൻറ്റു ക്യാപിറ്റൽ ഡി അല്ലെ. ഇനി എല്ലാം സെന്റിമീറ്റർ അങ്ങ് ചെയ്താൽ മതി. ആ ഡെൽറ്റ എക്സ് എത്രയാ, 0.2 സെന്റിമീറ്റർ. ഞാൻ കൺവേർട്ട് ചെയ്യുന്നല്ല, സെന്റിമീറ്റർ തന്നെ ചെയ്യാം അല്ലെ. ഡി എത്രയാ, 0.1 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ, ഓക്കെ, ഡിവൈഡഡ് ബൈ n എത്ര, 1.5 അല്ലെ. സോ 1.5 മൈനസ് 1 ഇൻറ്റു എത്രയാണ്, 50 സെന്റിമീറ്റർ, റൈറ്റ്. സോ നമ്മൾ നോക്കിയാൽ 0.2 ഇൻറ്റു 0.1 0.02 അല്ലെ, 0.02 ഡിവൈഡ് ബൈ 0.5 ഇൻറ്റു 50. ശരിയല്ലേ. ഇത് നമുക്ക് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്താൽ എത്ര കിട്ടും, എന്തായാലും 2 ഡിവൈഡഡ് ബൈ 4/5 എന്ന് പറഞ്ഞൊരു ഓർഡറിലേക്കാണ് അത് വരിക. കാരണം 0.5 1/2 അല്ലേ, 1/2 മുകളിലേക്ക് വന്നാൽ 0.04 ഡിവൈഡഡ് ബൈ 50 എന്നാണ് വരിക. ശരിയാണോ അല്ലേ. അപ്പൊ അത് 4/5 ഓർഡറിലേക്ക് വരും. അപ്പൊ ഡിജിറ്റ് 8 ആണ് വരിക അല്ലെ. അങ്ങനെ ഡിജിറ്റ് 8 വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ നമുക്ക് അവിടെ ഉള്ളൂ. അപ്പൊ 8 ഇൻറ്റു 10⁻⁻⁴ ആണ് നമ്മൾ ആൻസർ അല്ലെ. ഇവിടുന്ന് ഞാനൊരു ഗസ് വർക്ക് നടത്തിയതാണ് അല്ലെ. കാരണം 4/5 എന്ന് പറഞ്ഞ ഓർഡറിലേക്കാണ് വരുന്നത്. അത് 8ന്റെ ഓർഡറിലേക്ക് വരും. ഡിജിറ്റ് 8 ആണ് വരിക. ഓക്കെ, എന്നിട്ട് പിന്നെ നമ്മൾ 10ന്റെ പവറാക്കി ചെയ്തല്ലേ. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ 1.